നിത്തൂസ് PSC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് പ്രതിരോധ തന്ത്രങ്ങൾ അഥവാ സമായോജന ക്രിയാതന്ത്രങ്ങൾ, ഡിഫൻസ് മെക്കാനിസം, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്കിൽ ആദ്യം തന്നെ നമുക്ക് സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്താണെന്ന് നോക്കാം. മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോഹഭംഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി വ്യക്തി സ്വയം സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് സമായോജന തന്ത്രങ്ങൾ. എന്താണ്? മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോഹഭംഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി വ്യക്തി സ്വയം സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് സമായോജന തന്ത്രങ്ങൾ. നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ തന്ത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനേക്കാൾ മുന്നേ ഒരു പോയിന്റും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. പ്രതിരോധ തന്ത്രങ്ങളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. പ്രതിരോധ തന്ത്രങ്ങളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത്, അതായത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് അല്ലേ, അതിനെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. നമുക്കിവിടെ 20 പ്രതിരോധ തന്ത്രങ്ങൾ പഠിക്കാനുണ്ട്. അത് 20 പ്രധാനപ്പെട്ടവയല്ല. അപ്പോൾ അത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം. ആദ്യം തന്നെ പ്രതിരോധ തന്ത്രങ്ങൾ ഏതൊക്കെയോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ യുക്തീകരണം, റാഷണലൈസേഷൻ എന്ന് പറയും. പിന്നെ താദാത്മീകരണം, ഐഡൻറ്റിഫിക്കേഷൻ. ഉദാത്തീകരണം, സബ്ലിമേഷൻ. അനുപൂരണം, കോമ്പൻസേഷൻ. ആക്രമണം, അഗ്രഷൻ. പ്രക്ഷേപണം, പ്രൊജക്ഷൻ. പ്രതിസ്ഥാപനം, സബ്സ്റ്റിറ്റ്യൂഷൻ. ദമനം, റിപ്രഷൻ. പശ്ചാത്ഗമനം, റിഗ്രഷൻ. നിഷേധം, ഡിനയൽ. നിഷേധവൃത്തി, നെഗറ്റീവിസം. സഹാനുഭൂതി പ്രേരണം, സിമ്പതിസം. ഭ്രമകൽപ്പന, ഫാൻറ്റസി. പ്രതിക്രിയാവിധാനം, റിയാക്ഷൻ ഫോർമേഷൻ. അന്തർക്ഷേപണം, ഇൻട്രോജക്ഷൻ. വൈകാരിക അകൽച്ച, ഇമോഷണൽ ഇൻസുലേഷൻ. അഹം കേന്ദ്രീതത്വം, ഈഗോസെൻട്രിസം. ശ്രദ്ധാഗ്രഹണം, അറ്റൻഷൻ ഗെറ്റിംഗ്. ഒട്ടകപക്ഷി മനോഭാവം, ഓസ്ട്രിച്ച് മെത്തേഡ്. പിൻവാങ്ങൽ, വിഡ്രോവൽ. ഇപ്പോൾ 20 ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ഇത് ഓർഡറിലല്ല പഠിച്ചു വെക്കേണ്ടത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചേക്കണത് ഈ തന്ത്രങ്ങളുടെ ഉദാഹരണങ്ങൾ തരും, എന്നിട്ടത് ഏത് തന്ത്രമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആ ഒരു മോഡലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നേക്കണത്. അപ്പോൾ 20 പ്രതിരോധ തന്ത്രങ്ങൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ യുക്തീകരണം, രണ്ടാമത്തെ താദാത്മീകരണം, മൂന്നാമത്തെ ഉദാത്തീകരണം, നാലാമത്തെ അനുപൂരണം, അഞ്ചാമത്തെ ആക്രമണം, ആറാമത്തെ പ്രക്ഷേപണം, 7 പ്രതിസ്ഥാപനം, 8 ദമനം, 9 പശ്ചാത്ഗമനം, 10 നിഷേധം, 11 നിഷേധവൃത്തി, 12 സഹാനുഭൂതി പ്രേരണം, 13 ഭ്രമകൽപ്പന, 14 പ്രതിക്രിയാവിധാനം, 15 അന്തർക്ഷേപണം, 16 വൈകാരിക അകൽച്ച, 17 അഹം കേന്ദ്രീതത്വം, 18 ശ്രദ്ധാഗ്രഹണം, 19 ഒട്ടകപക്ഷി മനോഭാവം.
20 പിൻവാങ്ങൽ. അപ്പം ഇതെല്ലാമാണ് എന്ത് പ്രധാനപ്പെട്ട പ്രതിരോധ തന്ത്രങ്ങൾ. ഓരോന്നും എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യത്തെ യുക്തീകരണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഉദാഹരണങ്ങൾ എന്താണെന്ന് പറയാം. ഉദാഹരണങ്ങൾക്കാണ് ഇമ്പോർട്ടൻ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉദാഹരണങ്ങൾ തന്നിട്ട് ഇതേത് സമായോജന ക്രിയാതന്ത്രമാണ് അങ്ങനെ ചോദിക്കുന്ന രീതിയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ യുക്തീകരണത്തിൻ്റെ ഉദാഹരണം ആദ്യം ഞാൻ പറയാം. നോക്കൂ, നമ്മൾ കൈയക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറയുന്ന ഒരു രീതി, അത് യുക്തീകരണത്തിന് ഉദാഹരണമാണ്. കൈയക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറയുന്ന രീതിയാണ് എന്ത് യുക്തീകരണം എന്ന് പറഞ്ഞാൽ റേഷണലൈസേഷൻ. അതായത് വ്യക്തി തൻ്റെ ബലഹീനതകൾ അല്ലെങ്കിൽ പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന ഒരു തന്ത്രം അല്ലേ. ഇതുപോലെ നമ്മളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ ഒരു പരാജയം അല്ലെങ്കിൽ കഴിവുകേടോ അത് ഒന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു ന്യായീകരണങ്ങൾ അല്ലേ. അപ്പോൾ കൈയക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറയുന്ന രീതി, അപ്പോൾ അത് യുക്തീകരണം. ഈ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് യുക്തീകരണ തന്ത്രത്തിന് എക്സാമ്പിളാണ്. ഇനി ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിരാശബോധം കുറയ്ക്കുക എന്നതാണ് യുക്തീകരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പ്രധാനമായും യുക്തീകരണം 2 തരത്തിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒന്നാമത്തെ മധുരിക്കുന്ന നാരങ്ങ ശൈലി, രണ്ടാമത്തെ പുളിമുന്തിരി ശൈലി എന്നും പറയും. മധുരിക്കുന്ന നാരങ്ങ ശൈലി എന്ന് വെച്ചാൽ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഡിസ്മിസ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ എനിക്കിപ്പോൾ കുടുംബം നോക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടുന്നു ഭാഗ്യമായി എന്ന് പറയുന്നത്, അതാണെന്ത് മധുരിക്കുന്ന നാരങ്ങ ശൈലി. ഒന്നുകൂടി പറയാം. ഈ ഡിസ്മിസ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ എനിക്കിപ്പോൾ കുടുംബം നോക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടുന്നു ഭാഗ്യമായി എന്ന് പറയുന്നത് മധുരിക്കുന്ന ഒരു നാരങ്ങ ശൈലിയാണ്. അപ്പോൾ ഈ മധുരിക്കുന്ന നാരങ്ങ ശൈലി യുക്തീകരണത്തിൽ പെട്ടതാണ് കേട്ടോ. അടുത്തത് പുളിമുന്തിരി ശൈലി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉദാഹരണം കേട്ടോളൂ, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഓൾറെഡി നമുക്കറിയേണ്ടത് തന്നെയാണ്. പരീക്ഷയിൽ തോൽക്കുന്ന കുട്ടി ചോദ്യകർത്താവിനെ അല്ലെങ്കിൽ പരീക്ഷ സമ്പ്രദായത്തെ ഉത്തരക്കടലാസ് പരിശോധകനെയും പഴി പറയാം. മനസ്സിലാവുണ്ടല്ലോ. അതാണ് പുളിമുന്തിരി ശൈലി. ഒന്നുകൂടി ആവർത്തിക്കാം. പരീക്ഷയിൽ തോൽക്കുന്ന കുട്ടി ചോദ്യകർത്താവിനെയും പരീക്ഷാ സമ്പ്രദായത്തെയും ഉത്തരക്കടലാസ് പരിശോധകനെയും പഴി പറയുന്നു. ഏതാണെന്ത് പുളിമുന്തിരി ശൈലി. അപ്പോൾ ഈ മധുരിക്കുന്ന നാരങ്ങ ശൈലി ആയാലും പുളിമുന്തിരി ശൈലി ആയാലും അത് യുക്തീകരണത്തിന് എക്സാമ്പിളാണ്. അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ യുക്തീകരണത്തിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത തന്ത്രമാണ് താദാത്മീകരണം, ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. അതായത് ഇതൊക്കെ കുട്ടികൾ മാത്രമല്ല നമ്മളും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തിയുമായോ സംഘടനയുമായോ താദാത്മ്യം പ്രാപിച്ച് അവരുടെ വിജയത്തിൽ സ്വയം സംതൃപ്തി നേടുന്നു. ഡെഫിനേഷനേക്കാളും കൂടുതൽ നമ്മൾ ഉദാഹരണങ്ങൾ പറയുമ്പോഴായിരിക്കും ഓരോ തന്ത്രങ്ങൾ കൂടുതൽ മനസ്സിലാകുന്നത്. ഉദാഹരണങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഉദാഹരണങ്ങൾ പറയാം. കുട്ടികൾ അവർക്കിഷ്ടപ്പെട്ട കായിക താരവുമായോ സിനിമാ താരവുമായോ താദാത്മ്യം പ്രാപിക്കുകയും അവർക്കുണ്ടാകുന്ന ഓരോ വിജയവും സ്വന്തം വിജയമായി കണ്ട് സംതൃപ്തി നേടുകയും ചെയ്യുന്നു. ഇതാണ് താദാത്മീകരണം. അപ്പോൾ ഉദാഹരണങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുള്ളൂ. എന്നിട്ട് അത് അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഉദാഹരണം ഞാൻ ഒന്നുകൂടി വായിക്കാം. കുട്ടികൾ അവർക്കിഷ്ടപ്പെട്ട കായിക താരവുമായോ സിനിമാ താരവുമായോ താദാത്മ്യം പ്രാപിക്കുകയും അവർക്കുണ്ടാകുന്ന ഓരോ വിജയവും സ്വന്തം വിജയമായി കണ്ട് സംതൃപ്തി നേടുകയും ചെയ്യുന്നു. ഇത് ഏത് തന്ത്രമാണ്? താദാത്മീകരണം. അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതി. ഇനി അടുത്തത്
അടുത്ത സമായോജന ക്രിയാതന്ത്രമാണ് ഏത്? ഉദാത്തീകരണം, സബ്ലിമേഷൻ. ഉദാത്തീകരണം എന്ന് വെച്ചാൽ അസ്വീകാര്യമായ പ്രവൃത്തികളെയോ വികാരങ്ങളെയോ സാമൂഹിക അംഗീകാരമുള്ള പാതയിലൂടെ അവതരിപ്പിക്കുന്ന തന്ത്രം. ആ സാമൂഹിക അംഗീകാരം എന്നുള്ള പോയിന്റ് ഉദാത്തീകരണത്തിൽ ഒന്ന് ഓർത്തു വെക്കേണ്ട പോയിന്റാണ്. ഉദാത്തീകരണം 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ, LP UP ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഉദാത്തീകരണം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ഡെഫിനേഷൻ വായിക്കുകയാണ്. അസ്വീകാര്യമായ പ്രവൃത്തികളെയോ വികാരങ്ങളെയോ സാമൂഹിക അംഗീകാരമുള്ള പാതയിലൂടെ അവതരിപ്പിക്കുന്ന തന്ത്രം. സാമൂഹിക അംഗീകാരമുള്ള പാത എന്ന് ഓർത്ത് വയ്ക്കണേ. ഉദാഹരണം ശ്രദ്ധിക്കുക. മക്കളില്ലാത്ത ഒരാൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ ആ ഒരു നിരാശ ഒഴിവാക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? മക്കളില്ലാത്ത നിരാശ ഒരാൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ ഒഴിവാക്കുന്നു. അപ്പോൾ അതാണെന്ത്? ഉദാത്തീകരണത്തിന് ഉദാഹരണം. അപ്പോൾ ഉദാത്തീകരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ഒരു മോഡൽ ഞാൻ ഇപ്പം തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ഒരു മേഖല പഠിക്കേണ്ടത് ഉള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നോക്കാം. LP 2016 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കേട്ടോളൂ. കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമായി പരിഗണിക്കാം? ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു: ദമനം, യുക്തീകരണം, ഉദാത്തീകരണം, വിനിവർത്തനം. അപ്പോൾ ഉദാത്തീകരണമാണ് ആൻസർ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. LP 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഉദാഹരണം തന്നിട്ട് ഏത് ക്രിയാതന്ത്രമാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അല്ലേ? ഇനി UP 2016 അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ശ്രദ്ധിക്കുക. ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ളപൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. പിന്നീട് ഒരിക്കലും അവർ ചുമരുകൾ വൃത്തികേടാക്കിയില്ലെന്നു മാത്രമല്ല, വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഏതു സമായോജന തന്ത്രമാണ് അധ്യാപിക ഉപയോഗപ്പെടുത്തിയത്? ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു: ദമനം, പ്രൊജക്ഷൻ, യുക്തീകരണം, ഉദാത്തീകരണം. ഉദാത്തീകരണം. അപ്പോൾ ആ സാമൂഹിക അംഗീകാരമുള്ള പാത എന്ന് ഓർത്ത് വെച്ചാൽ ഈ ഉദാഹരണങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വരുന്ന രീതി. ഉദാത്തീകരണം ഇപ്പം ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു ക്വസ്റ്റ്യൻസ്. ഇനി വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. UP 2020 വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? ഓപ്ഷൻസ് ഉണ്ടായിരുന്നു: അനുപൂരണം, താദാത്മ്യീകരണം, ഉദാത്തീകരണം, ദമനം. അപ്പോൾ ആൻസർ ഉദാത്തീകരണം. അപ്പോൾ 3 പ്രാവശ്യം ഉദാത്തീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരുന്ന രീതി. ഈ സമായോജന ക്രിയാതന്ത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തിൽ നിന്ന് ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഉദാഹരണങ്ങൾക്കാണ് എന്ത് പ്രാധാന്യം. ഇനി അടുത്ത ക്രിയാതന്ത്രത്തിലോട്ട് പോകാം. അനുപൂരണം, കോമ്പൻസേഷൻ. അനുപൂരണം, കോമ്പൻസേഷൻ. അതായത് ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്ത് തനിക്കുള്ള മികവിലൂടെ മറക്കാൻ ശ്രമിക്കുന്ന തന്ത്രം. ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്ത് തനിക്കുള്ള മികവിലൂടെ മറക്കാൻ ശ്രമിക്കുന്ന തന്ത്രം. അതാണ് അനുപൂരണം. ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. ഉദാഹരണം ഒന്ന് കേട്ടോളൂ. പഠന വിഷയങ്ങളിൽ പരാജയപ്പെടുന്ന കുട്ടി തൻ്റെ ആത്മാഭിമാനം കല, കായികം തുടങ്ങിയ മേഖലയിലെ പ്രകടന നേട്ടത്തിലൂടെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. അതാണെന്ത്? അനുപൂരണത്തിന് ഉദാഹരണം.
പഠന വിഷയങ്ങളിൽ പരാജയപ്പെടുന്ന കുട്ടി തൻ്റെ ആത്മാഭിമാനം, കല, കായികം തുടങ്ങിയ മേഖലയിലെ പ്രകടന നേട്ടത്തിലൂടെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. ഒന്നുമില്ല, പഠന വിഷയങ്ങളിൽ പിന്നോക്കമുള്ള കുട്ടികൾ പഠനേതര വിഷയങ്ങളിൽ മുന്നിട്ട് നിൽക്കും. ശരിയല്ലേ? അതാണ് അനുപൂരണം. അടുത്ത ക്രിയാതന്ത്രം ആക്രമണം, അഗ്രഷൻ. ആക്രമണം 2 തരത്തിലുണ്ട്. ഒന്ന് പ്രത്യക്ഷ ആക്രമണം, രണ്ടാമത്തെ പരോക്ഷ ആക്രമണം. പ്രത്യക്ഷ ആക്രമണം ആദ്യം എന്താന്ന് നോക്കാം. തന്നെ അവഹേളിച്ച അല്ലെങ്കിൽ കളിയാക്കിയ സഹപാഠിയെ ശാരീരികമായി ആക്രമിക്കുന്നത് പ്രത്യക്ഷ ആക്രമണം. കുട്ടികൾ അങ്ങനെയുള്ളവരുണ്ട് അല്ലേ? ചില കുട്ടികൾ തന്നെ കളിയാക്കിയിട്ടുള്ള മറ്റു കുട്ടികളെ നല്ല ഒരു ദേഷ്യമൊക്കെ വരുമ്പോൾ തിരിച്ച് ശാരീരികമായിട്ട് ആക്രമിക്കുന്ന ഒരു രീതി കുട്ടികൾക്ക് ഉണ്ടാവും. ആ ഒരു ആക്രമണമാണ് എന്ത്? പ്രത്യക്ഷ ആക്രമണം. പരോക്ഷ ആക്രമണം എന്താന്ന് നോക്കാം. അച്ഛനോ അമ്മയോ വഴക്ക് പറഞ്ഞതിന് എന്ത് ചെയ്യണോ ഈ കുട്ടി എന്ത് ചെയ്യും? ഗ്ലാസ് അല്ലെങ്കിൽ ടോയ്സ് എറിഞ്ഞുടച്ച് ആ ഒരു ദേഷ്യം തീർക്കുക അല്ലേ? അതാണ് എന്ത്? പരോക്ഷ ആക്രമണം. പരോക്ഷ ആക്രമണം എന്താണ്? അച്ഛൻ വഴക്ക് പറഞ്ഞതിന് ഗ്ലാസ് എറിഞ്ഞുടച്ചത് പരോക്ഷ ആക്രമണത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ആക്രമണമാണ് ഇതിൽ. ഈ 2 ഉദാഹരണങ്ങളും ആക്രമണം തന്ത്രമാണ്. അത് സെപ്പറേറ്റ് പറഞ്ഞെന്ന് മാത്രം. പ്രത്യക്ഷ ആക്രമണമുണ്ട്, പരോക്ഷ ആക്രമണമുണ്ട്. നെക്സ്റ്റ് അടുത്ത തന്ത്രം പ്രക്ഷേപണം, പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ഇതിപ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന് ഒന്ന് ശ്രദ്ധിക്കുക. സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റൊരുവനിൽ തെറ്റുകൾ ആരോപിക്കുന്ന തന്ത്രം. സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റൊരുവനിൽ തെറ്റുകൾ ആരോപിക്കുന്ന തന്ത്രം. ഉദാഹരണം, ഒരു മോഷ്ടാവ് തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന രീതിയൊക്കെ ഉണ്ടാവും അല്ലേ? വലിയ ആൾക്കാരൊക്കെ മോഷ്ടിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ എനിക്കെന്താ മോഷ്ടിച്ചാൽ, അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ. അതൊരു തന്ത്രമാണ്. അതാണ് എന്ത്? പ്രക്ഷേപണം. സ്വന്തം പോരായ്മകൾ മറക്കാനായി മറ്റൊരുവനിൽ തെറ്റുകൾ ആരോപിക്കുന്ന തന്ത്രാണേത്? പ്രക്ഷേപണം. അടുത്തത് പ്രതിസ്ഥാപനം, സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ അതായത് ഉദാഹരണം ആദ്യം പറയാം, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. ഡോക്ടറാകാൻ ആഗ്രഹിച്ച ഒരു കുട്ടി അത് സാധിക്കാതെ വരുമ്പോൾ നേഴ്സായി തീർന്ന് സ്വയം തൃപ്തി നേടുന്നു. നമ്മുടെ കൂട്ടത്തിൽ പലരും അങ്ങനെ ഉണ്ടായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കും അല്ലേ? അതിന് കാരണം ഇപ്പം നോക്കൂ, ഒന്നുകൂടി പറയാം. പ്രതിസ്ഥാപനം എന്ന് വെച്ചാൽ ഡോക്ടർ ആകാൻ ആഗ്രഹിച്ച ഒരു കുട്ടി അത് സാധിക്കാതെ വരുമ്പോൾ നേഴ്സായി തീർന്ന് സ്വയം തൃപ്തി നേടുന്നു. അതാണ് എന്ത്? പ്രതിസ്ഥാപനം. ഒരു ലക്ഷ്യം നേടാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം കുറച്ചുകൊണ്ട് തലസ്ഥാനത്ത് വേറൊന്ന് പ്രതിസ്ഥാപിച്ച് സംതൃപ്തി കണ്ടെത്തുന്ന ഒരു തന്ത്രമാണത്. അപ്പോൾ ഉദാഹരണമാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അടുത്തത് ദമനം, റിപ്രഷൻ. അത് ഏറ്റവും അപകടകരമായ ഒരു പ്രതിരോധ തന്ത്രമാണ് ദമനം. ഏറ്റവും അപകടകരമായ പ്രതിരോധ തന്ത്രമാണ് ഏത്? ദമനം. അതിനൊരു പ്രതിവിധി എന്ന് വെച്ചാൽ പ്രശ്നത്തെയൊക്കെ ധൈര്യപൂർവ്വം നേരിടുകയാണ് ദമനത്തിന് പ്രതിവിധി. അപ്പോൾ ഇതെന്താ സംഭവം നോക്കാം. വേദനാജനകമായ അനുഭവങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങൾ എന്നിവ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയ, അതാണ് ദമനം. അപ്പോൾ അങ്ങനെ അബോധ മനസ്സിലേക്ക് നമുക്കത് ഒരു വേദനാജനകമായ കാര്യങ്ങളായതുകൊണ്ട് അത് കുറച്ച് അപകടമാണ് അല്ലേ? അബോധ മനസ്സിലേക്ക് തള്ളിവിട്ടാലും അത് അപകടമാണ്. അപ്പോൾ പ്രശ്നത്തെ ധൈര്യപൂർവ്വം നേരിടുകയാണ് ദമനത്തിന് പ്രതിവിധി എന്നും കൂടി ഓർത്ത് വെക്കുക. പിന്നെ ഏറ്റവും അപകടകരമായ പ്രതിരോധ തന്ത്രമാണ് ദമനം. അടുത്തത് പശ്ചാത്ഗമനം.
അപ്പം ദമനം കഴിഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് പശ്ചാത്ഗമനം. അതെന്താന്ന് വെച്ചാൽ ഉദാഹരണം ആദ്യം പറയാം, അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ശ്രദ്ധിക്കുക. ഇളയ കുട്ടി ജനിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് മുൻപ് ലഭിച്ചിരുന്ന ലാളന ലഭിക്കുന്നില്ലെന്ന ബോധത്തിൽ മാതാപിതാക്കൾ തന്നെയും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ആ കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ഒരു തന്ത്രമാണ് പശ്ചാത്ഗമനം. അതായത് ആവശ്യം പൂർത്തീകരിക്കാനായിട്ട് ഒരു വ്യക്തി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്ന തന്ത്രം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഉദാഹരണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഉദാഹരണം ഒന്നുകൂടി വായിക്കാം. ഇളയ കുട്ടി ജനിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് മുൻപ് ലഭിച്ചിരുന്ന ലാളന ലഭിക്കുന്നില്ലെന്ന ബോധത്തിൽ മാതാപിതാക്കൾ തന്നെയും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ആ കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ഒരു തന്ത്രമാണ് എന്ത്? പശ്ചാത്ഗമനം. അടുത്തത് നിഷേധം. നിഷേധം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക, ഇഷ്ടമില്ലാത്തത് കണ്ടില്ലെന്ന് നടിക്കുക. കുട്ടികളുടെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടല്ലോ അല്ലേ, വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക. അത് തന്നെ, അത്രയേ ഉള്ളൂ നിഷേധം. അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ്, നിഷേധവൃത്തി, നെഗറ്റീവിസം. നിഷേധം നേരത്തെ പറയുന്നത് നിഷേധം, ഡിനൈൽ. ഇപ്പോൾ പറഞ്ഞത് നിഷേധവൃത്തി, നെഗറ്റീവിസം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും അപ്പാടെ നിഷേധിക്കുന്ന പ്രവണത, അതാണ് നിഷേധവൃത്തി. നിഷേധവൃത്തിയും കുറച്ചൊക്കെ സാമ്യമുണ്ട് കേട്ടോ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും അപ്പാടെ നിഷേധിക്കുന്ന പ്രവണത, അതാണ് എന്ത്? നിഷേധവൃത്തി. ഉദാഹരണം, ഇപ്പോൾ ഉത്സാഹത്തോടെ കളിയിൽ ഏർപ്പെട്ട കുട്ടി അമ്മ വിളിച്ചത് കേട്ടില്ല എന്ന് കള്ളം പറയും അല്ലേ. ആ കളിയുടെ ഉത്സാഹം കൊണ്ട് മനഃപൂർവ്വം അല്ലേ, അങ്ങനെയാണ് ആ കുട്ടികൾ പറയാം. അപ്പോൾ ഉത്സാഹത്തോടെ കളിയിലേർപ്പെട്ട കുട്ടി അമ്മ വിളിച്ചത് കേട്ടില്ല എന്ന് കള്ളം പറയുന്നു. അതാണ് നിഷേധവൃത്തിക്ക് ഒരു എക്സാമ്പിൾ. ഇനി സഹാനുഭൂതി പ്രേരണം. അത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. അന്യരുടെ അനുകമ്പ നേടാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അത് അങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കണവരൊക്കെ ഉണ്ടാവും അല്ലേ. അന്യരുടെ അനുകമ്പ നേടാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. സഹാനുഭൂതി പ്രേരണം, അത്രയും മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് വൺ, ഭ്രമകൽപ്പന, ഫാൻറ്റസി. ഭ്രമകൽപ്പന, ഫാൻറ്റസി എന്ന് വെച്ചാൽ, ഫാൻറ്റസി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ ദിവാസ്വപ്നം, ഇതിൻ്റെ ഡെഫിനിഷനിൽ ഒരു ദിവാസ്വപ്നം എന്നുള്ള വേർഡ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നം കാണുക. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നം കാണുക. വിചിത്രമായ കൽപ്പനകളിലൂടെ ആഗ്രഹപൂർത്തി വരുത്തിയതായി സങ്കല്പിക്കുക. അതാണ് ആ തന്ത്രം എന്ന് പറയുന്നത്. ആ ദിവാസ്വപ്നം എന്നുള്ള വേർഡ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നം കാണുക. നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അടുത്തത് പ്രതിക്രിയ വിധാനം. പ്രതിക്രിയ വിധാനം, റിയാക്ഷൻ ഫോർമേഷൻ. പ്രതിക്രിയ വിധാനം അതായത് ഇഷ്ടമില്ലാത്ത ഒരാളിനോട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുക. അതാണ് ഇതിൻ്റെ ഉദാഹരണം. ഇഷ്ടമില്ലാത്ത ഒരാളിനോട് മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നു. പ്രതിക്രിയ വിധാന തന്ത്രമാണത്. അതായത് ഒരു വ്യക്തി താൻ യഥാർത്ഥത്തിൽ നേരിടുന്ന മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാവുമല്ലോ, അത് മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നേരെ വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു തന്ത്രമാണ്. അപ്പം അതിന് ഉദാഹരണമാണ് ആദ്യം വായിച്ചത് കേട്ടോ. ഒരു വ്യക്തി താൻ യഥാർത്ഥത്തിൽ നേരിടുന്ന മാനസിക സമ്മർദ്ദത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി നേരെ വിപരീതമായി പ്രവർത്തിക്കുന്ന തന്ത്രം. ഉദാഹരണം എന്തായിരുന്നു? ഇഷ്ടമില്ലാത്ത ഒരാളിനോട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഈ ഒരു തന്ത്രമാണ് ഏത്? പ്രതിക്രിയ വിധാനം. അടുത്തത് അന്തർക്ഷേപണം. വ്യക്തി അറിയാതെ തന്നെ ആശയങ്ങളും മനോഭാവങ്ങളും മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ച് സ്വന്തം ജീവിതചര്യയുടെ ഭാഗമാക്കുന്നു.
എക്സാമ്പിൾ ഒന്ന് പറയാം, ഒന്ന് കേട്ടോളൂ. മാതാപിതാക്കളിൽ നിന്നും മറ്റ് മുതിർന്നവരിൽ നിന്നൊക്കെ ഈ കുട്ടികൾ പല പെരുമാറ്റ രീതികളും ഉൾക്കൊള്ളാറുണ്ട് അല്ലേ? അതാണ് എന്ത്? അന്തർക്ഷേപണം. മാതാപിതാക്കളിൽ നിന്നും മറ്റ് മുതിർന്നവരിൽ നിന്നും കുട്ടികൾ പല പെരുമാറ്റ രീതികളും ഉൾക്കൊള്ളുന്നു. ഈ ഒരു തന്ത്രമാണ് അന്തർക്ഷേപണം. ഇൻട്രോജക്ഷൻ അന്തർക്ഷേപണം. അടുത്തത് വൈകാരിക അകൽച്ച, ഇമോഷണൽ ഇൻസുലേഷൻ. വൈകാരിക അകൽച്ച ഒന്നുമില്ല, നിരാശയോ വേദനയോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ചില വ്യക്തികൾ കാണിക്കുന്ന പ്രവണത. നിരാശയോ വേദനയോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ചില വ്യക്തികൾ കാണിക്കുന്ന പ്രവണത. ഈ ഒരു തന്ത്രമാണ് ഏത്? വൈകാരിക അകൽച്ച. അടുത്തത് അഹം കേന്ദ്രീതത്വം. അഹം എന്ന് പറയുമ്പോൾ തന്നെ അഹം കേന്ദ്രീതത്വം എന്ന് പറയുന്നത് ദുശാഠ്യം എന്ന് ഓർത്ത് വയ്ക്കുക. ഒരൊറ്റ വേർഡിൽ ഓർത്ത് വയ്ക്കുക, ദുശാഠ്യം. എന്താ സംഭവം? തങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ കുട്ടികൾ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ശരിയല്ലേ? ദുശാഠ്യം, അഹം കേന്ദ്രീതത്വം. ഉദാഹരണം എന്താണ്? ദുശാഠ്യം. അടുത്തത് ശ്രദ്ധാഗ്രഹണം. അതായത് ഈ പല കുട്ടികളും ചെയ്യുന്നതാണ്. കുട്ടികൾ അവർ ആഗ്രഹിക്കുന്ന പരിഗണന ലഭിക്കാതെ വരുമ്പോൾ സ്വീകരിക്കുന്ന ക്രിയാതന്ത്രം ശ്രദ്ധാഗ്രഹണം, അറ്റൻഷൻ ഗെറ്റിംഗ്. ഇതിൻ്റെ പ്രധാന ഉപാധി കരച്ചിലായിരിക്കും കുട്ടികൾക്ക് അല്ലേ? കുട്ടികൾ അവർ ആഗ്രഹിക്കുന്ന പരിഗണന ലഭിക്കാതെ വരുമ്പോൾ സ്വീകരിക്കുന്ന ക്രിയാതന്ത്രമാണ് ഏത്? ശ്രദ്ധാഗ്രഹണം, അറ്റൻഷൻ ഗെറ്റിംഗ്. ശിശുവിൻ്റെ പ്രധാന ഉപാധി കരച്ചിലായിരിക്കും. അതാണ് ഉദാഹരണം. അടുത്ത തന്ത്രം ഒട്ടകപക്ഷി മനോഭാവം. ഒട്ടകപക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൊടുങ്കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ തല മണലിൽ പൂഴ്ത്തി വയ്ക്കും. അതുപോലെ വിഷമ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അറിഞ്ഞില്ലെന്ന് നടിക്കാനുള്ള പ്രവണത വ്യക്തികൾ കാണിക്കുന്നു. ഇതാണ് ഒട്ടകപക്ഷി മനോഭാവം. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ വ്യക്തമാകും. പ്രത്യേകിച്ച് ഈ സ്കൂൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് കുറച്ചുകൂടി മനസ്സിലാവും. ഉദാഹരണം, അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം അറിയാത്ത കുട്ടികൾ മറ്റെന്തോ എന്നോടല്ല എന്ന ഭാവത്തിൽ അല്ലേ, മറ്റെന്തോ ശ്രദ്ധിക്കുന്ന ഭാവത്തിൽ ഇരിക്കാറുണ്ട് അല്ലേ? ഈ ഒരു തന്ത്രമാണ് എന്ത്? കുട്ടികളുടെ ഈ ഒട്ടകപക്ഷി മനോഭാവം. അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം അറിയാത്ത കുട്ടികൾ മറ്റെന്തോ ശ്രദ്ധിക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്നത്. അതേതാണ് തന്ത്രം? ഒട്ടകപക്ഷി മനോഭാവം. ഉദാഹരണമാണ് ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണമാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ, പിൻവാങ്ങൽ, വിഡ്രോവൽ. വിഡ്രോവൽ അതെന്ത് തന്ത്രമാണെന്ന് നോക്കാം അല്ലേ? ചിലർക്കുള്ള ഒരു തന്ത്രമാണ് എന്ത്? ഭീരുത്വപരമായ പ്രശ്നങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സ്വഭാവം. ഈ ശാരീരികമായ കുഴപ്പങ്ങൾ പറഞ്ഞ് ചില പ്രവർത്തനങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു മാറാറുണ്ട്. അതാണ് എന്ത്? പിൻവാങ്ങൽ, വിഡ്രോവൽ. ഭീരുത്വപരമായി പ്രശ്നങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന സ്വഭാവം, പിൻവാങ്ങൽ. ശാരീരികമായ കുഴപ്പങ്ങൾ പറഞ്ഞ് പല പ്രവർത്തനങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു മാറുന്നത് പിൻവാങ്ങലാണ്. ഇതിനിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യനും കൂടി പറയാം. നോക്കൂ, അത് UP 2022 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ്: ഉദാത്തീകരണം, പ്രക്ഷേപണം, യുക്തീകരണം, അനുപൂരണം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ്: ഉദാത്തീകരണം, പ്രക്ഷേപണം, യുക്തീകരണം, അനുപൂരണം. ഏതായിരിക്കും? അനുപൂരണം.
ഇപ്പം മനസ്സിലായില്ലേ ഈ ഒരു ഭാഗത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന്? അപ്പോൾ നിങ്ങൾ ഈ 20 ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. ഈ 20 പ്രതിരോധ തന്ത്രങ്ങൾ അല്ലെങ്കിൽ സമായോജന ക്രിയാതന്ത്രങ്ങൾ പഠിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ വെച്ചെങ്കിൽ ഉദാഹരണങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു പേരുകൾ നമുക്ക് അറിയാൻ പറ്റണം. അതുപോലെ വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ആ തന്ത്രങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ പേരുകളൊന്ന് വായിക്കാം. നോക്കൂ, യുക്തീകരണം. ഇങ്ങനെ ഓർഡറിൽ പഠിച്ചു വെച്ചാലും മതി, ബുദ്ധിമുട്ടൊന്നുമില്ല. യുക്തീകരണം, താതാത്മീകരണം, ഉദാത്തീകരണം അല്ലെ, എല്ലാത്തിലും കരണം കരണം എന്നൊക്കെ വരുന്നുണ്ട് അല്ലെ. ഒന്നുകൂടി പറയാം, യുക്തീകരണം, താതാത്മീകരണം, ഉദാത്തീകരണം. ഒന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അല്ലെ. യുക്തീകരണം, താതാത്മീകരണം, ഉദാത്തീകരണം. അടുത്തത് എന്താ വരുന്നത്? അനുപൂരണം, ആക്രമണം. അനുപൂരണം, ആക്രമണം. പിന്നെ പ്രക്ഷേപണം, പ്രതിസ്ഥാപനം. അങ്ങനെ ഒരുമിച്ച് പഠിച്ചു പോവുക. ഒരുപോലെ ഒരേ അക്ഷരങ്ങൾ വെച്ച് തുടങ്ങുന്ന ആ വാക്കുകൾ ഒരുമിച്ച് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് വരില്ല. പ്രക്ഷേപണം, പ്രതിസ്ഥാപനം. പിന്നത്തെയാണ് എന്ത്? ദമനം, പശ്ചാത്ഗമനം. ദമനം, പശ്ചാത്ഗമനം. അത് രണ്ടും ഒരുമിച്ച് ഓർത്ത് വയ്ക്കുക. പിന്നത്തെ നിഷേധം, നിഷേധവൃത്തി. അടുത്തത് സഹാനുഭൂതി പ്രേരണം. പിന്നെ ഭ്രമകൽപ്പന, ഫാൻറ്റസി എന്നൊക്കെ പറഞ്ഞില്ലേ. പ്രതിക്രിയാവിധാനം, ഇഷ്ടമില്ലാത്ത ഒരാളോട് ഓർമ്മയില്ലേ ആ ഒരു ഉദാഹരണം? ഇഷ്ടമുള്ളതുപോലെ പെരുമാറുന്നൊക്കെ പറഞ്ഞിട്ട് അത് തന്നെ. അന്തർക്ഷേപണം, അന്തർക്ഷേപണം ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണു. കുട്ടികൾ മുതിർന്നവരുടെ പെരുമാറ്റം ഉൾക്കൊള്ളുന്ന രീതി അല്ലേ, അവരറിയാതെ തന്നെ. പിന്നെ വൈകാരിക അകൽച്ച, അഹം കേന്ദ്രീതത്വം, അഹം അല്ലെ, ദുശാഠ്യം. നെക്സ്റ്റ് ശ്രദ്ധാഗ്രഹണം, അറ്റൻഷൻ ഗെറ്റിംഗ് അല്ലെ, ശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള ഒരു അടവ് അല്ലെ, കുട്ടികളുടെ ഒരു അടവ്, കരച്ചില് അല്ലേ. അടുത്തത് ഒട്ടകപക്ഷി മനോഭാവം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്നോടല്ല എന്ന മട്ടിലിരിക്കുന്ന കുട്ടികൾ അല്ലെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പിൻവാങ്ങൽ, ഭീരുത്വപരമായിട്ട് പ്രശ്നങ്ങളിൽ നിന്ന് പിന്മാറുന്ന ഒരു രീതി. അപ്പോൾ ഇതെല്ലാമാണ് എന്ത്? പ്രധാനപ്പെട്ട പ്രതിരോധ തന്ത്രങ്ങൾ. എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.